എൻ്റെ ചോദ്യം ചാരുവിനോടാണ്. സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്ററാണ്, സെലിബ്രിറ്റിയാണ്, അത്യാവശ്യം താരശോഭയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ നീ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വീണു പോകുന്ന ഒരു വ്യക്തിയല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഇഷ്ടപ്പെട്ടത് വേറെ എന്തൊക്കെയോ പ്രത്യേകതകളായിരിക്കണം. ആ പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് നീ തന്നെ പറഞ്ഞു കേൾക്കാനുള്ള ഒരു ആഗ്രഹം. അതേപോലെ സഞ്ജുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതേ ചോദ്യത്തിൻ്റെ മറുവശമാണ്. സഞ്ജു മാറിവാനിയോസ് കോളേജിൽ എത്തുമ്പോൾ തന്നെ ഒരു തിരക്കുള്ള വ്യക്തിയാണ്, കുറച്ച് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അതിനിടയിൽ ചാരുവിനെ എങ്ങനെ കണ്ടെത്തി എന്ന് മാത്രമല്ല, ചാരുവിൽ ഇഷ്ടപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചാരു ഒരു നല്ല കുട്ടിയാണെന്ന് നമുക്കറിയാം, പക്ഷേ അതേ കാര്യങ്ങൾ തന്നെയാണോ സഞ്ജുവും കണ്ടെത്തിയത് എന്നറിയാനുള്ള ഒരു താല്പര്യം. ഇതാണ് എൻ്റെ ചോദ്യം. നമുക്ക് സഞ്ജുവിന്റെ ചോദ്യത്തിലേക്ക് വരാം. സഞ്ജു എന്താണ് ചാരുവിൽ കണ്ടെത്തിയ കാര്യം? ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ വെച്ചാൽ നേരത്തെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞ പോലെ മെച്ചോറിറ്റിയും ഉണ്ട്, പിന്നെ ജോയ്ഫുൾ സൈഡും ഉണ്ട്. രണ്ടും ഒന്നിച്ച് ഒരാളുടെ അകത്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഒരാൾ ഭയങ്കര സീരിയസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര തമാശയായിരിക്കും. അപ്പോൾ രണ്ട് ക്വാളിറ്റീസ് ഒന്നിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുന്നതും പിന്നെ ആ ഒരു മെച്ചോറിറ്റിയും പിന്നെ എല്ലാ ക്വാളിറ്റീസും എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ആയിരുന്നോ? തീർച്ചയായിട്ടും. അത് തുടക്കം അങ്ങനെ ആയിരുന്നല്ലോ. തുടക്കം ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ആയിരുന്നു. പിന്നെയാണ് പരിചയപ്പെട്ട് ആദ്യത്തെ ഒരു വർഷം നമ്മൾ കണ്ടിട്ടില്ല, വാട്സാപ്പിൽ കൂടെയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഒരു 2 വർഷമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ആളെ മനസ്സിലാക്കി തുടങ്ങുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ഒരു അട്രാക്ഷൻ ചേട്ടൻ പറഞ്ഞ പോലെ കണ്ടിട്ടുള്ള ഒരു അട്രാക്ഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ആളുടെ ഒരു ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും എങ്ങനെയാണ് രീതികളും ഒക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടെ ഇഷ്ടം കൂടിയത്. ചാരു പഠിക്കുന്ന സമയത്തും സഞ്ജു ആ കോളേജിൽ ഒരു സെലിബ്രിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ സെലിബ്രിറ്റികളുടെ പുറകെ നടക്കുന്നൊരു സ്വഭാവം ചാരുവിനില്ലെന്നാണ് അമ്മ പറയുന്നത്. എനിക്കറിയില്ലെന്നാണ്. എന്തായാലും ക്രിക്കറ്റ് സെലിബ്രിറ്റികളെ ഒന്നും ചാരു എന്തായാലും അന്ന് തലയിൽ കൊണ്ട് നടന്നിട്ടില്ല. മാത്രമല്ല സഞ്ജുവിന് ഒരുപാട് ആരാധകർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് താനും. പിന്നെ ശരിയല്ലേ? ആ കോളേജിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ സഞ്ജുവായിട്ടുള്ള സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരുപാട് SMS വാട്സപ്പുകളും അന്നും വന്നിട്ടുണ്ടാവും. ഇന്നും വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ചാരു ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ പിടിച്ചോളാം. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് സഞ്ജുവിനെ ഏത് സൈഡാണ്? അതാണ് അമ്മയ്ക്ക് അറിയാൻ ആഗ്രഹം. നമ്മൾ പരിചയപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചല്ലേ കണ്ടിട്ടുള്ളൂ കോളേജിൽ വെച്ച്. ഫസ്റ്റ് ഇയർ കണ്ടിട്ടേ ഇല്ല. സഞ്ജു വരുമ്പോൾ അല്ലേ എനിക്ക് ആ ഒരു ഫീൽ ചെയ്യുള്ളൂ സഞ്ജു ഒരു വലിയ സെലിബ്രിറ്റി ആണെന്നൊക്കെ. സഞ്ജു അങ്ങനെ ഒരിക്കലും പെരുമാറാറില്ല. സഞ്ജു അങ്ങനെ ഒരാളാണെന്നോ വലിയൊരു ഇതാണെന്നോ സഞ്ജുവിൻ്റെ കൂടെ ഇരുന്നാൽ നമുക്ക് അങ്ങനെ തോന്നില്ല സഞ്ജു ഒരു സെലിബ്രിറ്റിയാണ് എന്ന് തോന്നില്ല. പക്ഷെ നമ്മൾ കൂടെ കുറച്ച് പേരൊക്കെ വരുമ്പോഴാണ് ആ ഒരു ഫീൽ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു വർഷം അങ്ങനെ നമ്മൾ നേരിട്ട് കാണാത്തതുകൊണ്ട് ഇത് അത്ര ഒരു ഇതുള്ള ഒരാളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ സഞ്ജുവിന് ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടുന്ന. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയൊരു അപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴും പിന്നെ ചാരുവിനൊന്നും തോന്നിയിട്ടില്ല ഞാൻ കേട്ടത്. ഞാൻ പറയാൻ നിൽക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വിഷയമാണല്ലോ ഇന്ത്യൻ ടീമിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു, വല്ലതറിഞ്ഞോ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി. ഓ ആണോ? ഇതായിരുന്നു റിയാക്ഷൻ. അപ്പോൾ അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഈ കാര്യമൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചാരു കൂടെ ഉള്ളത് ഞാൻ എത്ര വലിയ സംഭവമായാലും എനിക്ക് ആ ഒരു അഹങ്കാരം വരത്തില്ല. എന്ത് ചെയ്താലും ചാരു ഓക്കെ ശരി 200 അടിച്ചോ, ഓക്കെ ഗുഡ്, ശരി. അപ്പം ഞാൻ 200 ഇത്രേ ഉള്ളൂ, ഇന്ത്യൻ ടീമൊക്കെ ഇത്രേ ഉള്ളൂ അല്ലേ, ശരി. ആ ഒരു എപ്പോഴും ആ ഒരു ഇതിൽ ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ് അച്ഛനെ വിളിക്കുന്നതിനേക്കാൾ ആദ്യമാണ് ചാരുവിനെ വിളിച്ചിട്ടുണ്ടാവും. ഇല്ല, അച്ഛനെ വിളിച്ച ശേഷം വിളിച്ചത്. ഓർഡറിലേ വരത്തുള്ളൂ. രണ്ടാമത്തെ കോളായിരുന്നു. അച്ഛനെ വിളിച്ചു, അമ്മയെ വിളിച്ചു. അച്ഛൻ, അമ്മ, ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനെ അമ്മയെ വിളിച്ച ശേഷം മൂന്നാമത്തെ കോൾ ഇങ്ങോട്ടാണ് പോയത്. ആ മൂന്നാമത്തെ കോള് കഴിഞ്ഞപ്പോ ഇനി വേറെ ആരെയും വിളിക്കേണ്ടതില്ലെന്ന്